നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ജനനസമയം അനുസരിച്ചും ഭാവിയും ജീവിത സാഹചര്യവും വ്യത്യാസപ്പെടുമെങ്കിലും നക്ഷത്ര സ്വഭാവം അനുസരിച്ച് ഏത് സാഹചര്യത്തിലും തിളങ്ങാൻ കഴിയുന്ന നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ ഉടനീളം ഭാഗ്യം ഇവരെ തേടിയെത്തുകയും ചെയ്യും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഈ നക്ഷത്രക്കാരെ അധികം അലട്ടാറുമില്ല. ജോലിയിൽ ഉയർന്ന സ്ഥാനമെത്തുക, സാമ്പത്തികമായി ഉയർന്ന നിലകളിൽ എത്തുക എന്നീ ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ജീവിതത്തിലുടനീളം ഭാഗ്യം തുണയായി വരുന്ന നക്ഷത്രക്കാർ ഏതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉടനീളം ധനവാനായിരിക്കും. മിക്ക രോഹിണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അവർ ഭൂരിഭാഗ സമയവും ജീവിതത്തിൻ്റെ ഒരു പകുതി മുക്കാൽ സമയത്തോളം ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവാനായ രീതിയിൽ ധനവാൻ എന്ന് സ്വയം പറയത്തക്ക രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അത് തോന്നിക്കാത്ത രീതിയിലുമൊക്കെയുള്ള സാമ്പത്തികമായ ഉയർച്ച ഉള്ളവർ തന്നെയായിരിക്കും. ഏത് കൂട്ടത്തിൽ ചെന്നാലും അവിടുത്തെ ഒരു നേതാവായിരിക്കുക. അതുതന്നെയാണ് സാമ്പത്തികമായിട്ടാണെങ്കിലും നാട്ടിൽ ഉള്ള ഒരു പ്രമാണി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജോലി പൊസിഷൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഹൈ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലി വഹിക്കുന്ന അർത്ഥത്തിലായാലും മറ്റുള്ളവർക്കിടയിൽ ഒരു നേതാവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രമുഖൻ അല്ലെങ്കിൽ പ്രമാണി എന്നൊക്കെയുള്ള ഒരു സ്ഥാനം വഹിക്കാൻ ഈ നാളുകാർക്ക് ഭാഗ്യമുണ്ട്. ഈ നക്ഷത്ര ജാതകർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും. അതുപോലെ തന്നെ 30 വയസ്സിനും 40-നും മധ്യേയുള്ള കാലം പൊതുവെ വളരെയേറെ ഗുണകരമായിരിക്കും. മൊത്തത്തിൽ നോക്കിയാലും ഗുണകരമാണ്. അതുകൂടാതെ 30-നും 40 വയസ്സിനും ഇടയിലുള്ള സമയം വളരെയേറെ ശോഭനമായിരിക്കും. കുടുംബസുഖം, സന്താന ഗുണം, അതുപോലെ തന്നെ ബന്ധുഗുണം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും. അപ്പോൾ രോഹിണി നക്ഷത്രമാണ് ഇങ്ങനെ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഭാഗ്യമുള്ള ഒരു നക്ഷത്രത്തിൽ പെടുന്ന ആദ്യത്തെ നക്ഷത്രം. ഇനി അടുത്തത് ഉത്രമാണ്. ശുഭനക്ഷത്രമായി കരുതപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കും. അപ്പോൾ പദവി കൊണ്ടും പ്രതാപം കൊണ്ടും ഒക്കെ മറ്റുള്ളവരിൽ ബഹുമാനം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാനം വഹിക്കുന്നവരായിരിക്കും. ഏത് മേഖലയിൽ ആയാലും നായക സ്ഥാനത്ത് ശോഭിക്കുന്ന ഇവർ തികഞ്ഞ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും. ഉറച്ച വിശ്വാസമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചതായ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവുള്ളവരായിരിക്കും ഈ കൂട്ടർ. സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും തങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെടണം അല്ലെങ്കിൽ പാലിക്കാൻ വേണ്ടി ഏതറ്റം വരെ ശ്രമിക്കുന്നവരുമായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ. വിജയത്തിന് വേണ്ടി കഠിന പരിശ്രമം നടത്താനും ഏതറ്റം വരെ കഠിന പരിശ്രമം നടത്തി പോകാനും യാതൊരു മടിയും സങ്കോചവും കാണിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് കാര്യഗുണമില്ലാത്തവരോട് അടുപ്പം കാണിക്കാറുമില്ല. അതായത് അവരോട് സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഗുണകരമായ പല കാര്യങ്ങളും കിട്ടും. അപ്പോൾ അങ്ങനെ അത് കിട്ടില്ല എന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർക്ക് തോന്നുകയാണെങ്കിൽ അവരോട് അടുപ്പം കാണിക്കാറുമില്ല ഈ നക്ഷത്രക്കാർ. സ്വന്തം നിലപാടുകൾ ശരിയെന്ന ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നവരും അത് ശരിയാകാൻ വേണ്ടി പ്രയത്നിക്കുന്നവരും തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര അല്ലെങ്കിൽ തങ്ങളുടേതായ ആ പ്രവർത്തന ശൈലി കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മികവ് തെളിയിക്കാനുള്ള കഴിവും ഉത്രം നക്ഷത്രക്കാർക്കുണ്ട്. അടുത്തത് പൂരമാണ്. സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ. നന്നായി സംസാരിക്കാൻ ഇവർക്ക് വളരെ ഒരു പ്രത്യേകമായ കഴിവുണ്ട്. ആജ്ഞാശക്തി, അതുപോലെ സൗഹൃദമായി മറ്റുള്ളവരോട് പെരുമാറാൻ ഒക്കെ പ്രത്യേക ഒരു ഗുണമുള്ളവരാണ് ഈ ആളുകൾ. നമ്മൾ പറയാറില്ലേ, ചില ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സംസാരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്കൊരു നമ്മളൊരു അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അവരെന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ് പൂയം നക്ഷത്രക്കാരും. അത് മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. അതുപോലെ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ ചിന്താഗതിയും സ്വതന്ത്രമായിട്ടുള്ള ഏത് ജോലിയിൽ നിൽക്കുമ്പോഴും തങ്ങളുടേതായ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അതുപോലെ ആഡംബരത്തിനോട് അല്പം ഭ്രമം കൂടുതലുള്ളവരുമാണ് ഈ കൂട്ടർ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ പെട്ടെന്ന് മനസ്സലിയുകയും അവരെ സഹായിക്കണമെന്നൊക്കെയുള്ള ഒരു മനസ്സും സഹായിക്കാനുള്ള താല്പര്യവും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരുമാണ് ഈ നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കണമെന്ന്
ആഗ്രഹിക്കുന്നവരാണ് ഉത്രാട നക്ഷത്ര. തങ്ങളുടെ വാക്കാലോ പ്രവൃത്തിയാലോ മറ്റൊരാൾക്ക് ദോഷം ഭവിക്കരുത് എന്ന ചിന്തയോടു കൂടി നീങ്ങുന്നവരാണിവർ. അവിഹിതമായ മാർഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കണം എന്നൊരു ചിന്ത ഈ കൂട്ടർക്കില്ല. തങ്ങൾ ചെയ്യുന്ന ശരിയായ ജോലിക്കുള്ള ശരിയായ വേതനം അത് മതി ഞങ്ങൾക്ക് എന്നൊരു നയമാണ് ഇവർക്ക്. ഈശ്വരഭക്തിയും അതുപോലെ തന്നെ പങ്കാളിയോടുള്ള തികഞ്ഞ വിശ്വസ്തതയും ഈ നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ്. ഈശ്വരഭക്തിയുണ്ട്, അതുപോലെ തങ്ങളുടെ പങ്കാളിയോട് അകമഴിഞ്ഞിട്ടുള്ള വിശ്വാസം, അല്ലെങ്കിൽ മനസ്സിലൊന്ന് പുറത്തു വേറെ ഒന്ന് പറയുന്ന സ്വഭാവമല്ല. പങ്കാളിയോട് അതിര് കവിഞ്ഞ വിശ്വാസം, തങ്ങളുടേതായുള്ള രീതിയിൽ വിവാഹ ജീവിതം മുന്നോട്ട് സന്തോഷകരമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ. അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷ പരിഹാരങ്ങളൊന്ന് ചെയ്യാൻ കൂടി ഈ നക്ഷത്രക്കാർ ശ്രമിച്ചാൽ വളരെയേറെ ഉത്തമമാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. എന്ന് വെച്ചാൽ മറ്റൊരാൾ പറയുന്നതിനെ കേൾക്കാൻ, അത് ലിസൺ ചെയ്യാൻ ഒരു ലിസണറാണ്. നല്ല ലിസണർ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരു ചെവി കൊടുക്കാൻ വളരെ ശ്രദ്ധ കാണിക്കുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കും, പക്ഷേ പ്രാവർത്തികമാക്കുന്നത് തങ്ങളുടെ ഇഷ്ടത്തോടുള്ള പ്രവൃത്തി മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ മാത്രമാണ് ആ ഒരു തീരുമാനം മാത്രമേ അവർ എടുക്കൂ. കേൾക്കുന്നത് എല്ലാവരും പറയുന്നതിന് ഒരു ചെവി കൊടുത്ത് കേൾക്കുമെങ്കിലും തീരുമാനം അവരുടേത് സ്വന്തം ആയിരിക്കും. സർക്കാർ തലത്തിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ പ്രവർത്തിക്കാനുള്ള ഒരു യോഗം ഇക്കൂട്ടർക്കുണ്ട്. അപ്പോൾ സർക്കാർ ജോലി, സർക്കാർ വേതനം ലഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ് കൂടുതലുള്ളത്. ഉന്നത നിലവാരമുള്ള കുടുംബത്തിൽ നിന്നും പങ്കാളിയെ ലഭിക്കാനുമുള്ള ഒരു ഭാഗ്യം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള ഒരു കഴിവും അതാണ് ചില വ്യക്തികൾക്ക് ഇല്ലാത്തത്. കാരണം മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു കഴിവ് വേണം. അത് നമ്മൾ പറയുന്നത് മാത്രം ശരിയല്ല. മറ്റുള്ളവർക്ക് അവരുടെ പക്ഷത്തും കാര്യങ്ങളുണ്ട്, അത് ശരിയെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുമെങ്കിൽ പോലും തങ്ങളുടെ തീരുമാനം മാത്രമേ ലാസ്റ്റ് അവർ എടുക്കുകയുള്ളൂ. 100 അഭിപ്രായങ്ങൾ കേട്ടാലും തങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ശാഠ്യം കൂടി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടെന്ന് വേണം പറയാനായി. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി തന്നെയാണ്. അപ്രിയമായ കാര്യങ്ങൾ പോലും മധുരമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രം. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് പിടിക്കത്തില്ല. ആ കാര്യങ്ങൾ പോലും അത് സരസമായ ലളിതമായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാങ്ഷൻ കിട്ടുന്ന രീതിയിൽ അത് എത്തിക്കാനുള്ള ഒരു കഴിവും കൂടി ഇവർക്കുണ്ട്. വിഷയങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നത് ഒരു രീതി ഇവർക്കുണ്ട്. കാരണം എന്ത് വിഷയം ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നം കിട്ടിയാലും അതിൻ്റെ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ ഇവർ എടുക്കുകയുള്ളൂ. തികഞ്ഞ ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ. ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും അത് കണ്ടറിഞ്ഞ് ആ ബുദ്ധിമുട്ടുകളെ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സും ഇവർക്കുണ്ട്. ഏത് മേഖലയിലും ഒരു നേതൃത്വ പാഠവം ഇവരുടെ വ്യത്യസ്തമായിരിക്കും. നേതൃത്വ പാഠം ലഭിക്കുകയും ചെയ്യും. അത് വ്യത്യസ്തമായ രീതി, മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കോപ്പി ചെയ്യുന്നതല്ല, തങ്ങളുടേതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ഒരു കഴിവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. തങ്ങളുടെ നേർക്കുവേദ ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു കഴിവും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ട്. അടുത്തത് രേവതിയാണ് നക്ഷത്രം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് ദൈവവിശ്വാസം ഏറ്റവും അധികം ഉള്ളത് തന്നെ രേവതി നക്ഷത്രത്തിനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു സ്വതന്ത്രമായ ജീവിതം നയിക്കാനാണ് ഇവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതല്ല, സ്വതന്ത്രമായി ഫ്രീഡം വേണം എന്ന ഒരു നിലപാടുള്ളവരാണ് ഇവർ. ആവശ്യമില്ലാതെ ആരെയും വകവെച്ചു കൊടുക്കുകയുമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും തങ്ങളുടെ നേർക്ക് വന്ന് പറയാനും, മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിക്കും, അല്ലാത്തതൊന്നും കേൾക്കാൻ നിൽക്കുന്ന ഒരു സ്വഭാവമല്ല ഇവർ. നല്ല ശരീരപ്രകൃതമുള്ളവരും ഹൃദയം വിശാലമായ ഹൃദയമുള്ളവരും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അത് ഗ്രഹിക്കാനും ആ തെറ്റുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും ഒക്കെ ഉള്ളൊരു മനസ്സുള്ളവരാണ് ഇവർ. ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരായിരിക്കും. ഒരു രേവതി നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തി നമുക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ അവരെ ചതിച്ച ചില വാക്കാലോ പ്രവൃത്തിയാലോ ചതിക്കുന്ന വ്യക്തികൾക്ക് പിന്നെ ഒരിക്കലും മാപ്പ് കൊടുക്കാത്തൊരു പ്രകൃതം കൂടി ഈ നക്ഷത്രക്കാർക്കുണ്ട്. കാരണം തങ്ങൾ അത്രത്തോളം വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ചതിവ് ലഭിച്ച രേവതി നക്ഷത്രക്കാർ ആ വ്യക്തിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വിശ്വാസവഞ്ചന അവരോടും കാണിക്കല്, അവർ തിരിച്ച് നിങ്ങളോടും കാണിക്കുകയില്ല. അപ്പോൾ
ഭാഗ്യം ഏറെയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.